ഹലോ ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹനം ഓടിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ടൗണുകളിൽ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പാർക്കിംഗ്. അവശ്യ സാധനങ്ങൾ വാങ്ങുവാനായി കടയിൽ കയറി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ പാർക്ക് ചെയ്തിരിക്കുന്ന കാർ അപകടത്തിൽപ്പെടുമോ, അല്ലെങ്കിൽ അതുമൂലം ഗതാഗത തടസ്സം ഉണ്ടാകുമോ, അല്ലെങ്കിൽ സാധനം വാങ്ങുവാനായി പോകുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വാഹനം എവിടെ പാർക്ക് ചെയ്യും. അങ്ങനെ കട നോക്കി പോകുന്ന ആളുകൾ, പാർക്ക് ചെയ്യാൻ സൗകര്യം നോക്കി കട നോക്കി പോകുന്ന ആളുകൾ തന്നെ വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കുകളും നമ്മുടെയൊക്കെ ടൗണുകളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പാർക്കിങ്ങിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, കടയുടെ സ്വന്തം പാർക്കിംഗ് എന്ന രീതിയിൽ കസ്റ്റമറിന് മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിൽ പൊതു വഴിയുടെ അരികിൽ ബോർഡ് വെക്കുന്ന ആളുകളെ, അല്ലെ കടക്കാരെ. ഇത്തരത്തിൽ കച്ചവട സ്ഥാപനം നമ്മളവിടെ വാഹനം പാർക്ക് ചെയ്ത് മറ്റൊരു കടയിലേക്ക് പോയാൽ അതിന് പ്രശ്നമുണ്ടാക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിലൊക്കെയും ഇത്തരത്തിൽ കടക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തതിന് പോയതിനു ശേഷം പാർക്കിങ്ങിന് പെനാലിറ്റി, നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു എന്ന രീതിയിൽ പെനാലിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കേണ്ട വരുന്ന അവസരവും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പെനാലിറ്റി അടിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫൈൻ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഫൈൻ അടപ്പിക്കാൻ പോലീസിന് അധികാരമുണ്ടോ? കടക്കാർ നിർദ്ദേശിക്കുന്ന കടയുടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുമ്പോൾ, റോഡ് സൈഡിലുള്ള പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുമ്പോൾ ഫൈൻ അടയ്ക്കാൻ കഴിയുമോ എന്ന് തുടങ്ങിയ കാര്യങ്ങളും, അതേപോലെ തന്നെ എന്താണ് പാർക്കിംഗ് എന്നും അതിനെക്കുറിച്ച് എന്താണ് നിയമം പറയുന്നതെന്നും എന്ന വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ വാഹനവുമായി ടൗണിലേക്ക് പോയി നിങ്ങൾക്ക് ഒരു കടയിൽ കയറി സാധനം വാങ്ങണം. ആ കടയുടെ മുന്നിലായി, റോഡരികിലായി, ഈ സ്ഥാപനത്തിൻ്റെ പാർക്കിംഗ് ആണ്, ഉപഭോക്താക്കൾക്ക് മാത്രമുള്ള പാർക്കിംഗ് ആണ്, മറ്റാരും പാർക്ക് ചെയ്യരുത് എന്ന നിലയിലുള്ള ബോർഡ് കണ്ടു. അതിനരികിലായി നിങ്ങൾ വാഹനം പാർക്ക് ചെയ്തു. പോയി തിരികെ വന്നപ്പോഴാണ് പോലീസ് ഫൈൻ അടിക്കുന്നത് കണ്ടത്. നോ പാർക്കിംഗ് ഏരിയ, അതല്ലെങ്കിൽ അനധികൃതമായി പാർക്ക് ചെയ്തു എന്ന രീതിയിൽ ഫൈൻ അടപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന തർക്കം, കാർ പാർക്ക് ചെയ്തത് കടയുടെ പാർക്കിംഗ് ബോർഡ് വെച്ച സ്ഥലത്താണ്, റോഡിലാണ്, ഓക്കെ, റോഡ് സൈഡിലാണ്, ശരിയാണ്, പക്ഷെ കടയുടമയുടെ പാർക്കിംഗ് ഏരിയയിലാണ് എന്ന് തർക്കം ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഇത്തരത്തിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. കടയുടമസ്ഥരായിട്ടും അല്ലെങ്കിൽ മറ്റ് വാഹന ഉടമസ്ഥരായിട്ടും ഡ്രൈവർമാരായിട്ടും എല്ലാം തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നിങ്ങളിങ്ങനെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് പാർക്കിംഗ്, നിയമപരമായ പാർക്കിംഗ് എന്താണ്, ഫൈൻ വരാതെ നിയമപരമായി പാർക്കിംഗ് എവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് എന്താണ് പാർക്കിംഗ് എന്ന് ആദ്യം മനസ്സിലാക്കണം. നിയമം അനുശാസിക്കുന്ന അല്ലെ നിയമത്തിൻ്റെ നിർവചനത്തിൽ എന്താണ് പാർക്കിംഗ് എന്ന് ആദ്യം മനസ്സിലാക്കുക. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ്റെ ക്ലോസ് 2 ഇപ്രകാരമാണ് പാർക്കിങ്ങിനെ നിർവചിക്കുന്നത്. ചരക്കുകളോ യാത്രക്കാരെയോ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒഴികെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു വാഹനം നിശ്ചലാവസ്ഥയിൽ കിടക്കുന്നതും 3 മിനിറ്റിൽ കൂടുതൽ സമയം നിർത്തിയിരിക്കുന്നതും ആണ്, അല്ലെങ്കിൽ നിർത്തുന്ന ആ പ്രക്രിയയ്ക്കാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് 3 മിനിറ്റിൽ കൂടുതൽ ഒരു വാഹനം പാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ നിർത്തിയിട്ടാൽ അതിനെ പാർക്കിംഗ് എന്ന രീതിയിൽ കണക്കാക്കും. ഇനി പാർക്കിംഗ് എന്താണെന്ന് മനസ്സിലാകുക. ഇനി എവിടെയൊക്കെയാണ് നമുക്ക് പാർക്കിംഗ് നിരോധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിയമവശാൽ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ എവിടെയാണെന്ന് നോക്കാം. അതും ഞാൻ മുമ്പ് പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിലാണ് നിരവധി സ്ഥലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ സ്ഥലങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പാർക്ക് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും പാർക്കിങ്ങിനുള്ള ഫൈൻ വരാൻ ഇടയില്ല. അപ്പോൾ ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. പ്രധാനമായും പറയുന്നത്, വീതി കുറവുള്ള റോഡ് അല്ലെങ്കിൽ റോഡിൻ്റെ സ്ഥലം കുറഞ്ഞ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് തടസ്സമാകുന്ന ഭാഗത്ത് ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കൂടാതെ എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊടും വളവിൽ പാർക്ക് ചെയ്യാൻ, അല്ലെ വളവിന് സമീപത്ത് പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ആക്സിലറേഷൻ ലൈനിലും അതുപോലെ ഡി ആക്സിലറേഷൻ ലൈനുകളിലും വാഹനം ഒരിക്കലും പാർക്ക് ചെയ്യരുത്. റെയിൽവേ ക്രോസുകളിൽ വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. കൂടാതെ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ആശുപത്രി, സ്കൂൾ എന്നിവയുടെ പ്രവേശന കവാടത്തിന് മുമ്പിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അതുപോലെ നിങ്ങൾ പാർക്ക് ചെയ്യുന്നത് സീബ്ര ലൈനിലോ അതല്ലെങ്കിൽ സീബ്ര ലൈനിൻ്റെ മുമ്പോ പിമ്പോ 5 മീറ്റർ പരിധിക്കുള്ളിലും വാഹനം പാർക്ക് ചെയ്യുന്നത് നിയമവശാൽ അനധികൃത പാർക്കിംഗായി കണക്കാക്കപ്പെടുന്നതാണ്.
അതോടൊപ്പം ട്രാഫിക് ലൈറ്റ്, സ്റ്റോപ്പ് സൈൻ, ഗീവ് വേ സൈൻ എന്നിവയുടെ 5 മീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ മറ്റ് ഡ്രൈവർമാർക്ക് ഈ പറയുന്ന സിഗ്നലുകൾക്ക് കാണാൻ തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ നിർത്തുന്നതും നോ പാർക്കിംഗ് ഏരിയയിലെ പാർക്കിംഗ് ആയിട്ട് കണക്കാക്കുന്നതാണ്. ഇവ കൂടാതെ ബസ് സ്റ്റാൻഡുകളിൽ ബസ് അല്ലാത്ത വാഹനം പാർക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഇനി റോഡിൽ വരച്ചിട്ടുള്ള മഞ്ഞ ബോക്സ് മാർക്കിംഗ് ഉണ്ട്, അതിൻ്റെ അരികിലോ അല്ലെങ്കിൽ മഞ്ഞ വരയിലോ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഈ മഞ്ഞ ബോക്സ് അല്ലെങ്കിൽ യെല്ലോ ബോക്സിനെ കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതേപോലെ നോ സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ നോ പാർക്കിംഗ് സൈൻ ബോർഡ് ഉള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അതെല്ലാവർക്കും അറിയാമല്ലോ. പരമാവധി വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആയി നിശ്ചയിച്ചിട്ടുള്ള മെയിൻ റോഡിലോ അല്ല റോഡിൻ്റെ മറ്റ് ഭാഗങ്ങളിലോ പാർക്ക് ചെയ്യുന്നത് അനധികൃതമായ പാർക്കിംഗ് ആണ്. ഫുട്പാത്തിലും സൈക്കിൾ പാത്തുകളിലും അല്ല സൈക്കിൾ ട്രാക്കുകളിലും പെഡസ്ട്രിയൻ ക്രോസിങ്ങുകളിലും വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു പാർക്കിംഗ് ഏരിയയിലേക്കുള്ള പ്രവേശന കവാടത്തിന് ചുറ്റും അല്ലെങ്കിൽ അടുത്ത് അല്ലെങ്കിൽ പ്രവേശന കവാടം തടസ്സപ്പെടുന്ന രീതിയിൽ ഒരിക്കലും പാർക്ക് ചെയ്യരുത്. ബസ് ലൈനിലും അതേപോലെ തുരങ്കങ്ങളിലും വാഹനം പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു പ്രോപ്പർട്ടിയുടെ പ്രവേശന വഴിയിൽ അല്ലെങ്കിൽ പുറത്തേക്കുള്ള വഴിയിൽ എക്സിറ്റ് അല്ലെ എൻട്രി അതായത് ഒരു സ്ഥാപനത്തിൻ്റെ വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും പാർക്ക് ചെയ്യരുത്. അതേപോലെ തന്നെ റോഡരികിലാണെങ്കിൽ കൂടി ഒരു വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എതിർവശത്ത് ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. വഴി വീതിയുണ്ട് എന്ന് കണക്കാക്കിയാൽ കൂടി അത്തരത്തിൽ പാർക്ക് ചെയ്യരുത്. ഇനി മനഃപൂർവ്വം ഏതെങ്കിലും ഒരു വാഹനത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും പാർക്ക് ചെയ്യരുത്. പാർക്ക് ചെയ്ത വാഹനത്തിന് സമാന്തരമായിട്ടും ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്യാൻ ചില സമയക്രമങ്ങൾ നിയന്ത്രണങ്ങളും ഉണ്ടാവും. അത്തരത്തിൽ നിയന്ത്രിച്ചിട്ടുള്ള സമയത്തിന് ശേഷം ഒരിക്കലും അവിടെ വാഹനം പാർക്ക് ചെയ്യരുത്. അത് നിയമവിരുദ്ധമാണ്. ഇനി ചിലയിടത്തൊക്കെ ഡോക്ടർമാരുള്ളി അല്ലെങ്കിൽ ആംബുലൻസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് അല്ലെങ്കിൽ പോലീസ് വാഹനങ്ങളുള്ളി അങ്ങനെ പ്രത്യേക തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ആ വാഹനങ്ങളല്ലാത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. ഈ ചിലയിടത്തൊക്കെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംഗപരിമിതരായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത് മറ്റൊരു വാഹനം പാർക്ക് ചെയ്യുന്നത് അവരില്ലല്ലോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു വാഹനം ഇല്ലല്ലോ എന്ന് കരുതി വാഹനം പാർക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. ഇനി പ്രത്യേക രീതിയിൽ പാർക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ചരിച്ച് ഹൊറിസോണ്ടലായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലി പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആ രീതിയിലല്ലാത്ത രീതിയിൽ അല്ലെ തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ആ മാർക്കിങ്ങിൽ കൂടുതൽ സ്ഥലം എടുക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും പാർക്ക് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് ഇല്ല എന്ന പേരിൽ അവിടെ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോ പാർക്കിങ്ങിനുള്ള അല്ലെങ്കിൽ അനധികൃത പാർക്കിങ്ങിനുള്ള ഫൈൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എവിടെയൊക്കെ പാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പാർക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ, താങ്ക് യു.